ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ നാട്ടിൽ ലാൻഡായി കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ കലാപരിപാടീസ് ഉണ്ടോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലുള്ളത്. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ കസിൻസ് ഒക്കെ നല്ല ഉറക്കം കേട്ടോ. എനിക്ക് പിന്നെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് ദിവസം പട്ടി കറിക്കുന്നത്, കോഴി കൂവുന്നത്, അയലക്കത്തെ ചേച്ചി തുണി അലക്കുന്നത് എല്ലാം കൂടി കേട്ടിട്ട് ഉറക്കം ശരിയാവില്ല. അങ്ങനെ ഞാൻ രാവിലെ ചെന്ന് നോക്കുമ്പോൾ ദേണ്ടടാ എല്ലാം കൂടി എണീറ്റിരുന്ന് ചക്ക വെട്ടണം. പിന്നെ നമ്മളെ വിട്ടുകൊടുക്കും. അമ്മൂമ്മയുടെ കിട്ടിയ ഒരു നൈറ്റി എടുത്തിട്ട് ഞാനും കൂടി. പിന്നെ നമ്മൾ മലയാളികൾക്ക് നാട്ടിൽ ചെന്ന ചക്ക മാങ്ങ കപ്പ ഇതൊന്നും തിന്നാണ്ട് പോകുന്ന എന്ത് മലയാളി എന്ത് വെക്കേഷൻ പോണ വെക്കേഷന് തന്നെ ഒരു ബർക്കത്തില്ലാണ്ടായി പോകും. അങ്ങനെ ചക്കയൊക്കെ വെട്ടിക്കഴിഞ്ഞ് കുറച്ച് ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ചതിന് ശേഷം അമ്മൂമ്മ ഉണ്ടാക്കി വെച്ച നല്ല അടിപൊളി പുട്ടും പഴവും ചായയും കുടിച്ചുട്ടാ. അത് കുടിച്ചു കഴിഞ്ഞിട്ട് നേരെ പുറത്തോട്ടിറങ്ങി നമ്മുടെ നാടും നാട്ടുകാരെയൊക്കെ ഒന്ന് കണ്ട് നമ്മളിതാണെങ്കിലും വന്നെന്ന് 4 പേര് അറിയണമല്ലോ. സോ അപ്പോൾ അതൊക്കെ അവരെ കാണിച്ച് നേരെ ഒരു കടയിലേക്ക് പോയി നമ്മുടെ നാട്ടിലത്തെ നൊസ്റ്റാൾജിക് സാധനമായിട്ടുള്ള യിപ്പി, നമ്മുടെ ഡയറി മിൽക്ക്, ചോക്കോ ചിപ്സ് അങ്ങനത്തെ ഉള്ള കുറേ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നു. കസിൻസും ഞാനും സാധനങ്ങളൊക്കെ വാങ്ങി അതും കഴിച്ച് പഴയ കുട്ടിക്കാലത്തെ ഞങ്ങളുടെ ഫോട്ടോസും സംഭവങ്ങളും ഒക്കെ നോക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായി. ചോറുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചൂസ് ചെയ്തത് കപ്പയും മുഴുകമീൻ വറുത്തതുമാണ്. അങ്ങനെ അതും കഴിച്ച് നാട്ടിലെ അവക്കാഡോ ഒന്ന് ടേസ്റ്റ് ചെയ്തു. എനിക്കത് ടേസ്റ്റിലും സൈസിലും ഒക്കെ നല്ല ഡിഫറൻസ് തോന്നി നമ്മുടെ ഇവിടെ കിട്ടുന്നത് വെച്ച്. പിന്നെ അടിപൊളി ക്ലൈമറ്റ് ആണ് കേട്ടോ. മഴ ആയതുകൊണ്ട് മഴക്കാറും കുറച്ച് തണുപ്പും ഒക്കെ ആയിട്ട് സെറ്റ് ക്ലൈമറ്റ് ആണ്. അപ്പോൾ ആ ക്ലൈമറ്റ് ഇരുന്ന് നമ്മുടെ നാട്ടിൽ ചായയും പലഹാരവും ഒക്കെ കഴിച്ച് പിന്നെ നാട്ടിൽ കിട്ടുന്ന ഐസ്ക്രീമാണ് ഇത്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻസിൽ പറയണം. ഈ ഐസ്ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു വാനില ഫ്ലേവർ ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഞാനും കസിൻസും കൂടി നാടൊക്കെ കാണാൻ ഇറങ്ങി. നാടൊക്കെ കണ്ട് ഞങ്ങളുടെ വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങി കൈയും കാലൊക്കെ ഒന്ന് നനച്ച് നമ്മുടെ ഈ ഒരു ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ദിവസം അങ്ങ് പോയി. ഇനി നാട്ടിലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരാം. ടിൽ ദെൻ ദിസ് ഇസ് ഭാർഗ ഫ്രം സൗദി. ബൈ ബൈ, ടേക്ക് കെയർ.